എവ്രിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ ഒരു പ്രകാശപൂർണ്ണത ദിവസത്തിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു പ്രകാശപൂർണ്ണതമല്ലാത്തതും ആയതുമായ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ്. ഉടുതുണിക്കൊരു ഇല പോലും ഇല്ലാതെ നിൽക്കുന്ന മണി പ്ലാന്റ് ചെടിയുടെ ഇടയിലോട്ട് ഒരു വാഗപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അലീഷയുടെ മണി പ്ലാന്റ് ചെടിയാണ്. എന്താ അല്ലേ, ഏറെ നാളത്തെ മഴ പെയ്തതിന് ശേഷം ഇന്നൊരു വെയിലോ പ്രകാശമോ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ദൈവമേ, ഇത് പോവാതിരുന്നാൽ മതിയായിരുന്നു. പഠിച്ചാ കുത്തിരുന്ന് രാവിലെ തന്നെ പഠിക്കുന്ന ക്രിസ്റ്റി. പഠിച്ച ക്രിസ്റ്റി കണ്ടോ, എക്സാം രാവിലെ ആയി ഇന്ന് കിട്ടുന്ന സമയം എല്ലാം വിനിയോഗിച്ചിരുന്ന് പഠിക്കുന്ന പിള്ളേർ. ഇതിനിടയ്ക്ക് ഞാൻ അതുകൊണ്ട് ഞാനൊരു ബുക്ക് എടുത്തു. എന്തേലുമൊക്കെ വായിക്കാൻ തീരുമാനിച്ചു. ഒരു ബുക്ക് എടുത്ത് എൻ്റെ കട്ടിലെ പോയിരുന്നു. എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കരുതി. പിന്നെ ഇത് കണ്ടിട്ട് പരിഷ്കാരികളാണെന്നൊന്നും വിചാരിക്കരുത്. എനിക്കിവിടുത്തെ ചപ്പാത്തി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. വെറും വയറ്റിൽ പോയാൽ പഠിക്കാത്ത കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തേലുമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണെങ്കിലും ആ സംഭവമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 8:30 ആകുമ്പോൾ നമ്മളെ എക്സാം ഹോളിൽ കയറ്റും. പക്ഷെ നോക്ക്, 8:15 ആകുമ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. നമുക്കവിടെ 8:30 കയറേണ്ടത്. കഴിഞ്ഞ മിനിങ്ങാമത്തെ എക്സാമിന് നമ്മൾ 8:30 ഉള്ളിൽ കയറിയത്. സോ ഒച്ചയെണ്ണം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, കുഴപ്പമില്ല. നല്ല മഴക്കാറുണ്ട്. പോകുന്ന വരെ മഴ പെയ്യാം, ഇങ്ങനെ അടുത്തുനിന്ന് വരെ മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. കണ്ടോ നമുക്കിവിടെ തന്നെ കേട്ടോ നമ്മുടെ എക്സാം സെൻറ്റർ. സോ ഇറങ്ങി നടന്നാൽ മതി. ഇവിടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. മുകളിലും ആ ലൈറ്റ് ഇട്ടേക്കുന്ന ഏറ്റവും മണ്ടക്കത്തെ ആ ഫ്ലോർ ഉണ്ടോ, അവിടെയാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, നല്ലത് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത. ഓക്കെ, വെരി ഗുഡ്. ഹായ് ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു? ആ ആരാ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നു. പഠിച്ചതല്ലാന്ന്, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വൺ വേർഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസിന്റെ മുത്തുപറ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പറ. കുഴപ്പമില്ലായിരുന്നു. ലിബറൽ ആയിരിക്കില്ലായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ആണത്തെ കാട്ടിക്കൊള്ളതില്ലായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഞാന് ഫുഡ് കഴിക്കാനില്ല. ഓക്കെ, കീറു ഫുഡ് കഴിക്കാൻ പോവാം. ഇവള് പോവാണ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവള് ഫുഡ് വാങ്ങിയിട്ട് പോവും. ഓക്കെ, ഇവിടെ ഞങ്ങളൊപ്പം വരാൻ പറഞ്ഞിട്ട് ഇവൾക്ക് ഞങ്ങളിപ്പം വരാൻ പറഞ്ഞിട്ട് ഇവൾക്ക് വരാൻ താല്പര്യമില്ല. സോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തിരിക്കുന്നു ഗൈസ്. ഇന്ന് ഫ്രണ്ടിൽ നിന്നും ആദ്യം എത്താൻ വേണ്ടി നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കുള്ളൊരു സീറ്റ് ചെയ്തു. അതെന്താ കഴിഞ്ഞ പോകുക എന്നെ അതിനകത്ത് അവോയ്ഡ് തരുന്നു. റിച്ച് കേപ്പി രണ്ട് രസി. ഹലോ, നമ്മളെ ഫുഡ് കഴിക്കാൻ പോകണം. ഒന്നുകിൽ പള്ളിച്ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചട്ടിച്ചോറ്. നിങ്ങൾ കമന്റ് ചെയ്യും ഞങ്ങൾ ഏത് കഴിക്കണം. ലൈവ് വരുന്നില്ലേ? പിന്നെ ഇങ്ങനത്തെ എക്സാം കുഴപ്പമില്ല. ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ വട്ടക്കാട്ടിൽ ഒരു എല്ലാ കടലിൻ്റെ ഒരു മത്തങ്ങ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റിലീഫ് ഉള്ളതുകൊണ്ട് ആശ്വാസമാണ്. നമ്മൾ ഫുഡ് കഴിച്ച് സന്തോഷിക്കും. അതെ, നമ്മൾ പള്ളിച്ചോറ് കഴിക്കുന്നത് ബിക്കോസ് മീൻസ് അലർജി ടു കേപ്പി. സോ വി ഈറ്റ് പള്ളിച്ചോറ്, ലൈൻസ് ഉടനെ മറ്റേ ഗോൾഡ് സോഡ കഴിക്കാം. ടേസ്റ്റി കിച്ചൺ. നമ്മൾ ഇതിൽ മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമ്മൾ ഇത്ര നടക്കണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ ഒത്തിരി നടക്കണം. ഇറ്റ്സ് ഓക്കെടാ, ഫുഡ് കഴിക്കാനല്ലേ, നമ്മൾ നടക്കും. ഓക്കെടാ, ഓൾ ഗുഡ്. ഒരു പള്ളിച്ചോറില്ല, സീരിയസ്ലി ഞാൻ പറയാം. അവിടെ ചെന്നിരുമ്പോൾ പള്ളിച്ചോറ് കഴിക്കണമെന്നാണ് ആഗ്രഹം. പള്ളിച്ചോറ് ഇല്ലെങ്കിൽ ഞാൻ പോകണം. അതാണ് ഞാൻ പോയ. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട. ഇതിന് മുന്നേ നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിൽ അകത്തോട്ടിരിക്കാത്തതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് അകത്തോട്ടിരുന്നത്. ബട്ട് എന്ത് ചെയ്യാനാണ്, അവിടെ വെളിച്ചം കുറവായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകുന്നത് കണ്ടപ്പം അവിടുത്തെ ചേട്ടന്മാർ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചെങ്കിൽ അവർ പ്രതീക്ഷ വെച്ച് ഞങ്ങൾ പുറത്തു പോയിരുന്നു. ചോറ്, ചട്ടിച്ചോറ്, ബിരിയാണി, പാൽപ്പറ, എന്ത് പ്രതീക്ഷിച്ച് വന്നാലും അതിന് വിപരീതമായിട്ട് മാത്രം നടക്കുന്നതുകൊണ്ട് ഇത്തവണ പള്ളിച്ചോറ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഡബിൾ ഹാപ്പി ആയിരുന്നു. സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചേ? ഉണ്ണ പൈനാപ്പിൾ, ഓറഞ്ച് ഒരെണ്ണം. ആ ചേട്ടൻ അത് തുറന്നു തരാമെന്ന് പറഞ്ഞായിരുന്നെങ്കിലും ശക്തിയുള്ള കീറിന് തന്നെ തുറക്കണമെന്നായിരുന്നു. എന്തായാലും പട്ടിഷോ കാണിച്ച് പോയതല്ലേ, തുറക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ എന്തായാലും അവള് തുറന്നു കേട്ടോ ലാസ്റ്റ്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാൻ തെളിയിച്ചുകൊണ്ടിരിക്കും. ചമ്മന്തി ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, നമുക്ക് കഴിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെന്ന് ചോദിച്ചാൽ തൈരുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ഒരു മറ്റേ സവാളയൊക്കെ ഇറങ്ങിയിട്ട് സാലഡ് പോലുണ്ട്, പിന്നെ ബീഫാണുള്ള മീനെ പഠിച്ചത്, പിന്നെ നാരങ്ങാച്ചോറ്. അങ്ങനെ പ്ലേറ്റ് നമ്മൾ കഴിക്കും. നല്ല സെറ്റ്. അത് പ്ലേറ്റ് ഇല്ലേ? പ്ലേറ്റ് കൊണ്ടുവന്നില്ല. പിന്നെ ഏറെ നാളത്തെ ഒരു ആഗ്രഹവും കൊതിയും കാരണം ഒരു സാധാ ഓംലെറ്റ് കൂടെ ഞങ്ങൾ രണ്ടാളും ഷെയർ ഇട്ട് വാങ്ങി. പിന്നെ മനഃപൂർവ്വം നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ നല്ല സെറ്റ് സാധനമായിരുന്നു. പിന്നെ ഇത്രയൊക്കെ കഴിച്ചിട്ടും വയറ് നിറയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു പാൽപ്പൊറോട്ടയും കൂടെ ആവാമെന്ന് കരുതി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ വീട്ടിൽ കൊക്കപ്പുഴുവെന്ന്. എങ്ങനെ വേണേലും കരുതിക്കോ, പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. എക്സാമൊക്കെ കഷ്ടപ്പെട്ട് എഴുതിയല്ലേ. നോക്കാം, ഇതൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ എന്താ ചോദിച്ചാൽ അച്ചാർ എന്തായാലും എൻ്റെ ഒരു മനസ്സ് വെച്ച് എനിക്ക് തോന്നുന്നത് എന്നാ വെച്ചാൽ പാൽ പൊറോട്ട ഭയങ്കര ഹെവി ആയിരിക്കും തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും പറഞ്ഞു. യെസ്, നമ്മൾ എപ്പോഴേലും ഒരു 5 മണിയോ 4 മണി വരെ ഇഷ്ടംപോലെ കയറാൻ പറ്റിയത് കുഴപ്പമില്ല. ഇനി പോയിട്ട് തന്നെ പരിപാടി, പോയിട്ട് ജസ്റ്റ് കുളിക്കുക, കിടക്കുക, രാത്രി മൂവി നൈറ്റ്. ഗൈസ്, ഇത് മൂവി നൈറ്റാണ്. പുതിയ സിനിമയാണ് കേട്ടോ, നമ്മളെ പഴയ സിനിമയാണ് കാണുന്നത്. അത് സംഭവം എന്നാ വെച്ചാൽ ഞങ്ങളാണെങ്കിൽ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അരുന്ധതിയുടെ ഒരു ടോക്ക് വന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് കണ്ടേ പറ്റും. ഒരു കയ്യാണെങ്കിൽ എൻ്റെ കല്യാണം താമസിച്ചുള്ളൂ. അതെന്താ ഇപ്പൊ കാണിച്ചേ? പാൽ പൊറോട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വേരുറക്കിയെന്ന് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി ആ വിശ്രമവേള ഞങ്ങൾ ആനന്ദകരമാക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് പുഴ മെലിയുന്നതിന് മുന്നേ തന്നെ പാൽ പൊറോട്ട വന്നു. എന്തൊക്കെയായാലും വിശന്നിരിക്കുമ്പോൾ ഈ കണ്ണിന് കുളിർമേകുന്ന ഈ പുക വരുന്ന കാഴ്ചയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓള് പരിഷ്കാരം, ഓള് സ്പൂൺ വെച്ചേ കഴിക്കും. അവൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അവളുടെ കുറച്ചുകൂടെ എടുത്ത് കഴിച്ചു. ഇങ്ങനത്തെ കോംപ്ലിമെൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. താങ്ക് യു വെരി മച്ച്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ വാങ്ങിച്ച 2 സാധനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വയറും നിറങ്ങി മനസ്സും നിറങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞു ഗൈസ്. അയ്യോ, മണി അടിച്ചില്ല. അയ്യോ ശരിയാ, കുഴപ്പമില്ല, പോട്ടെ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വയറ് നിറങ്ങി. ഇനി പോയി കിടന്നാ മതി. ഇനി നമ്മൾ ബസ് നോക്കി നിൽക്കണം ഗൈസ്. ബസ്സിന് വേണം നമ്മൾ പോകാൻ. നമ്മൾ വന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. പിന്നെ മുന്നിലിരിക്കാനും പുറകിലിരിക്കാനൊന്നും സീറ്റില്ലാഞ്ഞോണ്ട് ഞങ്ങൾ നിന്നായിരുന്നു വന്നത്. അതുകൊണ്ട് ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴേക്ക് കണ്ടോ അമ്മ പിടിച്ചോണ്ട് പോകുന്നു. അല്ലെ കണ്ടോ? അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് റോഡൊക്കെ മുറിച്ചിറങ്ങി ഇപ്പുറത്ത് വന്നപ്പോഴാണ് കണ്ടത് വേണ്ട 3 പേർ വീട്ടിൽ പോവുകയാണ്. സോ സാഡ്. അവരിനി തിങ്കളാഴ്ച വരത്തുള്ളൂ. അവർക്ക് ടാറ്റ പറഞ്ഞു എടുക്കാം. ഓക്കെ, യാദൃശ്ചികമായി നമ്മൾ കണ്ടതാണ്. ബൈ. മീൻസ് നമ്മൾ കുറച്ച് പാല് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം
കുറച്ചധികം പാല് അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പൊ മാസത്തിന് തുടക്കല്ല. അപ്പൊ ഈ മാസത്തേക്ക് ഫുള്ളുള്ള പാല ഞാൻ വാങ്ങിയത്. ഓക്കെ, അത് കാരണം എന്നാ വെച്ചാല് ബിക്കോസ് ഞാൻ ഒരാഴ്ചയിൽ 3 ദിവസം ഞാൻ ഇതായിരിക്കും എന്തെങ്കിലും, അതായത് രാവിലത്തെ ഫുഡ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി വയറ് നിറഞ്ഞു പോയില്ല, പക്ഷെ എന്നാ വയറ് നിറഞ്ഞു. അതാണ് ഒരു കറക്റ്റ് പാകമായി. പക്ഷെ എനിക്ക് ഇനി എന്തെങ്കിലും കഴിക്കുമ്പോൾ നാട്ടിലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇത് മതി. അല്ല, ബഡ്ജറ്റ് തീർന്നു നോക്കി. എന്താ നീ എങ്ങനെ നോക്കുന്നത്? അപ്പോഴാണ് നീ എൻ്റെ മുന്നിലോട്ട് പാൽ പൊറോട്ട ആയിട്ടോടത്. പിന്നെ പാൽ പൊറോട്ട കഴിച്ചേക്കാം, ഓക്കെ. പക്ഷെ ഫുള്ളായില്ല. പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പക്ഷെ എനിക്കിനി എന്തെങ്കിലും വേണമെന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് നല്ല വിശക്കും. എൻ്റെ ഫോണിൽ എൻ്റെ സ്പേസ് തീർന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു, കോളേജ് ബസ്. സോ ഞങ്ങൾ അതിൽ കയറി വന്നു. പോയി എല്ലാം വന്ന് എല്ലാം സെറ്റൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. എൻ്റെ റൂമിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. സോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ബെഡ്കൂടെ ഒന്ന് വിരിക്കണം. അതിന് ഓക്കെ, നമുക്ക് പോയി കുളിക്കാം. നമുക്ക് കുളിച്ച് വന്ന് കീറും. മഴ പെയ്യുന്നു ഗൈസ് വീണ്ടും. ഇനി കിടന്നുറങ്ങാം. ഞാൻ ഇനിയും പോയി കുളിക്കണം. ഞാൻ പറയാം, ഓക്കെ എല്ലാം സെറ്റായി, ഞാനെല്ലാം വൃത്തിയാക്കി. അപ്പം ഇനി പോയി കുളിക്കണം. വേർത്തു ഗൈസ്. ഇനി കിടന്ന് ഉറങ്ങണം ഗൈസ്. ഞാൻ പോയി കുളിക്കാൻ പോവാണ്. അതിന് നമുക്ക് രാത്രി എണീറ്റിരുന്ന് സിനിമ ആണ് ഗൈസ്. കുളിച്ച് ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. സോ അത്രേ ഉള്ളൂ പണി. നല്ല പോലെ ഉറങ്ങി. ഞാൻ ഒരു 4 മണി തൊട്ടിട്ട് ഒരു 6:30 വരെ ഞാൻ നല്ല സെറ്റപ്പായിട്ട് ഉറങ്ങി. ഒന്നും ഇറങ്ങിയില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. സമയം ഒരു 8 മണി ആവാനായിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം. തീർത്തല ചക്ക വെക്കിട്ടല്ലോ ഇറങ്ങുന്നത് ഗൈസ്. അവള് തുരുങ്ങിയിട്ടില്ല. തൊലി വേണോ? നാരങ്ങ അച്ചാർ നമ്മളിപ്പം ചോറായിട്ട് എടുത്തിട്ടില്ല. ഇന്ന് ഗീ റൈസാണ്. പക്ഷെ എനിക്കെന്തോ ഗീ റൈസ് കഴിക്കുന്ന ഒരു മൂഡില്ല. അപ്പം നമ്മൾ ചിക്കനും പിന്നെ അതിൻ്റെ ചാറോ നാരങ്ങ അച്ചാറും എടുത്തു. അതാ അച്ചാറൊക്കെ തീരാനായി ഗൈസ് നോക്കുന്നുണ്ടോ? അതൊന്നുമില്ല. കുഴപ്പമില്ല ഗൈസ്. സമയം 9:53 കേട്ടോ. ഇവിടെ ഒരാൾ എണ്ണീക്കുന്നത് ഈ സമയത്താണ്. വൈകുന്നേരം 4 മണിക്ക് കിടന്നതാ. എന്നിട്ട് ഇപ്പൊ എണ്ണീറ്റ് വന്നേക്കുന്നു. ഇതിൽ കോമഡി എന്നാ വെച്ചാൽ എണ്ണീറ്റുടനെ ചോദിക്കാം, നിങ്ങൾ എന്നെ കഴിക്കാൻ പോവാൻ വിളിക്കാഞ്ഞെന്ന്. ഉളുപ്പുണ്ടോ നിനക്ക്? എത്ര തവണ വിളിച്ചതറിയോ ഇവളെ? ഇവിടെ പറഞ്ഞു ഞാൻ വന്നില്ല. എന്നിട്ട് ഇപ്പൊ സ്വപ്നം കണ്ടതല്ലേ അപ്പൊ ഇത് കണ്ടോ? ഉറങ്ങി എണ്ണീട്ടിട്ട് കവളിന്റെ സൈഡൊക്കെ ഇരിക്കുന്ന കണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ അപ്പുറത്തെ റൂമിലാണ് പോകുന്നത്. ഇന്ന് ലേറ്റായി. നമ്മൾ ഈ ടൈമിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പൊതുവെ നേരത്തെയാണ് പോവാറ്. സോ വ്ലോഗ് എടുക്കാന്ന് പറയുമ്പോൾ പോയി പൊട്ടൊക്കെ തൊടുത്. നീ എവിടെ പോയായിരുന്നു വൈകിട്ട് ഇത്ര ലേറ്റ് ആയേ? നമ്മള് പായൊക്കെ വിളിച്ച് നേരത്താണ് ഇരിക്കുന്നത്. പ്രൊമോഷൻ ഉണ്ടോ? ഏത് റോസ്മേരി വാട്ടറാ? ഓ ഗായ്സ് നോക്കൂ, ആൽസ് ഗുഡ്നസ്. എടി കാണത്തില്ലടി. എടി ഇങ്ങനല്ല. ഇത് ഓക്കെ ഗൈസ് നോക്ക്, മുടി ഇങ്ങനെ തഴച്ച് വളരും. ആണോ? എന്നാ വേഗം വാങ്ങിക്കാം, നമുക്ക് നോക്കാം. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി റോസ്മേരി വാട്ടർ പ്രൊമോട്ട് ചെയ്യുന്ന 2 പേർ. നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വാങ്ങി നോക്കിട്ട്. പർപ്പിളിലോ? ഓക്കെ. പഠിക്കാനല്ല, സോ പഠിക്കാനിരിക്കാന്നല്ല, പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഓക്കെ, ഇരുന്നോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിരുന്നു. പിന്നെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയല്ലോ കേട്ടോ, ഞാൻ എല്ലാ ദിവസം പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? അത്ത് തന്നെ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്.
സ്പീക്കറൊക്കെ സെറ്റാക്കി നമ്മൾ ഇനി കാഞ്ചന കാണാൻ പോവാണ്. നമ്മൾ അരുന്ധതി എന്നുള്ളൊരു സംഭവം മാറ്റി. നമ്മൾ ഇവിടെ തമിഴ് അറിയാൻ പറ്റുന്ന ചില തെണ്ടികളുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ആകാശമൊക്കെ കാണും കേട്ടോ. ക്ലാസിക് ഐറ്റം. ഓക്കെ, വെച്ചോ. പാവം ഗംഗേനെ അവർ കൊന്നു കളഞ്ഞു. എന്ത് ചെയ്യാൻ? ഞാനിപ്പോൾ ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നതിനെ വെച്ചാൽ എനിക്കല്ല കോപ്പിറൈറ്റ് വരും കേട്ടോ. പിന്നെ ഇതും ധൂമക്കൂത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ പ്രേതപ്പാട്ടിനെ വൈബ് ചെയ്യുമായിരുന്നു. അതും ഇട്ടാൽ എനിക്ക് വീണ്ടും കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തെ വോയിസ് കട്ട് ചെയ്തേക്കുകയാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ പാട്ടുണ്ടായിരുന്നു, എല്ലാം ഒന്നിനോടൊന്ന് മെച്ചം. എന്താല്ലേ പഴയ പാട്ടൊക്കെ ഒരു വേറെ വൈബ് തന്നെയായിരുന്നു. സമയം ഇപ്പം 2 മണിയാവാനായി. സമയം 2 മണിയാവാനായി. അത് നമ്മൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ പോവുകയാണ്. സോ അത്രേ ഉള്ളൂ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അതെ, ഞാൻ ഇനി അടുത്ത സിനിമയും കൂടി കാണാൻ പോവാണ്. എൻ്റെ ഉറക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അവധി ആയതുകൊണ്ട് നാളെ രാവിലെ നേരത്തെ എണീക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഒരു ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ അപ്പുറത്ത് പോയപ്പോൾ അതിനെ പറയുമായിരുന്നു, നാളെ രാവിലെ എഴുന്നേക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. ഗൈസ്, അതെ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്ന് വലിയ ഇഷ്ടമില്ലാത്ത, അതുകൊണ്ട് അതും കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.